നമ്മുടെ നാട്ടിലെ അക്രമങ്ങൾ അവസാനിക്കാത്തതിന്റെ പ്രധാന കാരണം ഇവിടത്തെ സിസ്റ്റം തന്നെയാണ്. ഒരാൾ ഒരു ക്രൈം ചെയ്യുന്നു, എന്നിട്ട് ജയിലിൽ പോകുന്നു. അവിടെ ലഭിക്കുന്ന VIP പരിഗണനയും ഫുഡും കാരണം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുന്നു. പിന്നെ പുറത്തിറങ്ങുന്നു, അടുത്ത ക്രൈം ചെയ്യുന്നു. ഇതിങ്ങനെ ഒരു മാല പോലെ തുടർന്നു കൊണ്ടേയിരിക്കും. കുറച്ചു കാലങ്ങളായി ഈ ഒരു രീതിയാണ് കേരളത്തിലെ കൊലയാളികൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഇതിൽ കുറച്ചൊന്നുമല്ല എന്നും പറയുന്നതാണ് സത്യം. ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ കൊലക്കേസിൽ ജീവപര്യന്തം ശിക്ഷിച്ച് വനിതാ ജയിലിൽ തടവിൽ കഴിയുന്ന ഷെറിന്റെ ശിക്ഷാ കാലാവധിയിൽ ഇളവ് കിട്ടാനായി കുറച്ചൊന്നുമല്ല ഉന്നതർ ശ്രമിച്ചത്. ഒടുക്കം അത് കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ പുതിയ നീക്കവുമായി അവർ രംഗത്ത് വന്നിട്ടുമുണ്ട്. അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ വനിതാ ജയിലിന് മുകളിലൂടെ അജ്ഞാതർ ഡ്രോൺ പറന്നത് ഇന്നലെയാണ്. ശനിയാഴ്ച രാത്രി 11:15 ജയിലിനകത്തെ ഓഫീസ് കെട്ടിടത്തിന് 25 മീറ്റർ ഉയരത്തിലാണ് ജയിൽ സുരക്ഷയ്ക്ക് ഭീഷണിയായി ഡ്രോൺ പറത്തിയത്. ഗുരുതര സുരക്ഷാ പ്രശ്നമായാണ് ഇതിനെ ജയിൽ അധികൃതരും പോലീസും കാണുന്നത്. എന്നാലും ഷെറിന് ഒത്താശ നൽകുന്ന കാര്യത്തിൽ അവർ ഒരു മാറ്റവും കാണിച്ചിട്ടില്ല. സഹതടവുകാരിയായ നൈജീരിയൻ സ്വദേശി കെയ്ൻ ജൂലിയെ ഷെറിൻ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു. തുടർന്ന് ജൂലിയെ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി. മറ്റു തടവുകാരെ ബോധിപ്പിക്കാൻ ഷെറിനെതിരെ ടൗൺ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡ്രോൺ എത്തിയത്. അട്ടിമറി നടത്താനാണോ ഡ്രോൺ നിരീക്ഷണം എന്ന സംശയത്തെ തുടർന്ന് ഈ സാഹചര്യത്തിൽ വനിതാ ജയിലിന്റെ സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. ഷെറിനെ മോചിപ്പിക്കാൻ ഗവർണറോട് സർക്കാർ ശുപാർശ ചെയ്തിരുന്നു. അതിന് കാരണമായി ജീവപര്യന്തം തടവിന്റെ ഭാഗം മാറി 14 കൊല്ലം ശിക്ഷ പൂർത്തിയാക്കിയെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ശിക്ഷയുടെ ഭാഗമായി നിരവധി പരോളുകൾ അടക്കം ഷെറിന് കിട്ടിയിട്ടുണ്ടെന്നതാണ് സത്യം. മോചന ശുപാർശ ഇരിക്കെയാണ് വീണ്ടും ഷെറിൻ കേസിൽ പ്രതിയായതോടെ ആ സാധ്യതയും അടഞ്ഞു. അതുകൊണ്ട് തന്നെ ഷെറിനെ ജയിൽ ചാടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഡ്രോൺ. സാധാരണ നിലയിൽ ജയിലിനുള്ളിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരാണ് ജയിൽ മാറ്റാറുള്ളത്. എന്നാൽ ഷെറിന്റെ അടികിട്ടിയ നൈജീരിയക്കാരിയെയാണ് ജയിൽ മാറ്റിയത്. ഇതും വിചിത്രമാണ്. ചുവപ്പും പച്ചയും നിറങ്ങളുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിച്ച് കെട്ടിടം 2 തവണ വലം വെച്ചാണ് ഡ്രോൺ അപ്രത്യക്ഷമായത്. ജയിൽ ജീവനക്കാരാണ് സൂപ്രണ്ടിനെ ഇക്കാര്യം വിളിച്ചറിയിച്ചതും. തുടർന്ന് സൂപ്രണ്ട് ടൗൺ പോലീസിന് പരാതി നൽകി. ഷെറിൻ വിവാദം ഉള്ളത് കൊണ്ട് തന്നെ പോലീസും അത് ഗൗരവത്തിലെടുത്ത് പ്രാഥമികമായി വിശദ അന്വേഷണവും നടത്തിയിട്ടുണ്ട്. ഡ്രോൺ പറത്തിയത് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. വിവാഹത്തിനോ മറ്റ് പ്രധാന ആഘോഷങ്ങൾക്കോ മാത്രമാണ് ഡ്രോൺ പറത്തി ദൃശ്യങ്ങൾ എടുക്കാറുള്ളത്. എന്നാൽ സമീപ പ്രദേശത്ത് ശനിയാഴ്ച വിവാഹമോ ഉത്സവമോ നടന്നിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. ഇതെല്ലാം സംശയം ബലപ്പെടുത്തുന്നതാണ്. സെൻട്രൽ ജയിലിന് സമീപം ജില്ലാ ജയിലും സ്പെഷ്യൽ സബ് ജയിലുമാണ് ഉള്ളത്. ഇതിന് പുറകിലായിട്ടാണ് വലിയ ജയിലുകളാൽ ചുറ്റപ്പെട്ട വനിതാ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വനിതാ ജയിലിലെ വനിതാ ബ്ലോക്ക് പുതിയ മതിലിന്റെ സുരക്ഷയ്ക്കുള്ളിലേക്ക് മാറ്റിയിരുന്നു. 1 കോടിയിലധികം രൂപ ചെലവിട്ടാണ് മതിൽ ഉയർത്തുന്നത്. പഴയ മതിലിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് പുതിയ മതിൽ നിർമ്മാണം ആരംഭിച്ചത്. മതിലിന് ബലക്ഷയം കണ്ടതോടെ വനിതാ ബ്ലോക്കിലെ അന്തേവാസികളായ കണ്ണൂർ, മാനന്തവാടി, തവനൂർ തുടങ്ങിയ ജയിലുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു. അങ്ങനെ മതിൽ സുരക്ഷ അടക്കം കൂട്ടിയ ജയിലിലെ രഹസ്യങ്ങൾ ചോർത്താനാണ് ഇന്നലെ ഡ്രോൺ എത്തിയത്. സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടു പരിചരിച്ചിട്ടുള്ള ഈ സംഭവത്തിൽ ഇപ്പൊ കാണിക്കുന്ന പരിഭ്രാന്തി പോലീസ് തുടർന്നും കാണിച്ചാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഷെറിൻ കിടന്നിടത്ത് കൂടെ പോലും കാണില്ല.